നമസ്കാരം, എല്ലാവർക്കും എൻഫോർ ട്രെയിലിങ്ങിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കേരളത്തിൽ പലതരം മാങ്ങകളുണ്ട്. അതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു അടിപൊളി വെറൈറ്റി മാങ്ങ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനായിട്ട് നമ്മുടെ വാണിയംകുളത്തുള്ള മാംഗോ, അതായത് SKP അഗ്രോ ഫാമിൻ്റെ ഓണറായിട്ടുള്ള ഹരിപ്രസാദ് അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത്. നമ്മൾ കണ്ടെത്തിയ ഈ ഒരു മാവിനം പുതിയ തൈകളുണ്ടാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതിൻ്റെ മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എല്ലാവരും തുടർന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. നമസ്കാരം, ഞാൻ ഹരിപ്രസാദ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് ചാലശ്ശേരിയാണ്. ചാലശ്ശേരി ചെമ്പക ചേച്ചി എല്ലാവർക്കും പരിചയമുള്ള ആളാണ്, യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ചെമ്പക ചേച്ചി. ആ ചെമ്പക ചേച്ചിയുടെ വീട്ടിലുള്ളൊരു പ്രത്യേകതരം മാവാണ്. ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചിരിക്കുകയാണ്. സീഡ് വീണ് മുളച്ചിട്ടുള്ളതാണ്. ഇവർ സീഡ് കുഴിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൊരു മാവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അസാധ്യ ടേസ്റ്റുള്ള നല്ലൊരു സുഗന്ധമുള്ള ഒരു മാങ്ങയാണ്. ഉള്ളിൽ നല്ലൊരു റെഡ് കളറ്. അപ്പോൾ അതുപോലെ ഈ കൊല കുത്തി കായ്ക്കുന്നത്, ഇതിൻ്റെ ഈ കായ്ക്കുന്നതിൻ്റെ രീതി എന്ന് വെച്ചാൽ കുളമ്പ് മാങ്ങയുടെ ഒരു കൊല വരുന്ന പോലെയാണ്. പൂക്കൊല കായ്കളൊക്കെ വരുന്നത് കുളമ്പ് മാങ്ങയുടെ ഒരു ഷേപ്പിലാണ്. മാങ്ങയ്ക്ക് കുളമ്പ് മാങ്ങയായിട്ട് ബന്ധമില്ല കേട്ടോ. ഈ മാങ്ങയുടെ ഷേപ്പ് കാണുമ്പോൾ ഒന്നും കുളമ്പ് മാങ്ങയായിട്ട് സാദൃശ്യമില്ല. പക്ഷേ ഇതിൻ്റെ പൂക്കൊല വരുന്നതും ഈ കായ്ക്കുന്നതൊക്കെ കൊല കുത്തി കായ്ക്കുന്നു കുളമ്പ് മാങ്ങയുടെ ഷേപ്പ്. അതുപോലെ ഇതിൻ്റെ മാവിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു കുളമ്പ് മാങ്ങയുടെ അതേ ഒരു സ്മെൽ. കുളമ്പെന്നുണ്ടായിട്ടുള്ള ഏതൊരു വകഭേദമാണെന്നാണ് വിചാരിക്കുന്നത്. കുളമ്പ് മാങ്ങേണ്ട അതേ ഒരു കുളമ്പ് മാവിൻ്റെ ഇലയ്ക്കും അതുപോലെ മാങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു ചൊനേൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അതേ സ്മെല്ല് ഇപ്പോൾ കഴിക്കുമ്പോഴും അതേ കുളമ്പ് മാങ്ങയുടെ ഒരു ചെറിയൊരു സാദൃശ്യം തോന്നുന്ന ഒരു ടേസ്റ്റ്, അസാധ്യ ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല റെഡ് കളറാണ്. ചെമ്പകം എന്നാണ് ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് പേരിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ഓണർ ചെമ്പക ചേച്ചിയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ചുവന്ന ചെമ്പകത്തിൻ്റെ ഒരു കളറാണ്, ചുവപ്പ് കളറ്. അതുപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറാണ്. പിന്നെ നല്ലൊരു സുഗന്ധം, ചെമ്പകത്തിൻ്റെ മണമല്ല, നല്ലൊരു സുഗന്ധമാണ്. അപ്പം എല്ലാം കൊണ്ടും ഇപ്പോൾ ഇതിന് സ്മെല്ല്, അതുപോലെ അതിൻ്റെ നിറം, പിന്നെ ചെമ്പക ചേച്ചിയുടെ മാങ്ങ ഒക്കെ കൊണ്ട് ഇതിന് ചെമ്പകം എന്ന് പേരിടുകയാണ്. നല്ല സൂപ്പർ മാങ്ങയാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അസാധ്യ മാങ്ങ, നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്കൊന്ന് പഴുത്ത് കിട്ടുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം. ഇതിലെ പൂക്കലകളൊക്കെ അവിടേക്കൊക്കെ നോക്കിയാൽ കാണാം. നമുക്കൊരു കുളമ്പ് മാവിൻ്റെ പൂക്കലയോട് സാദൃശ്യമുള്ള തരത്തിലാണ് ഇതിൻ്റെ പൂക്കലകൾ. വലിയ പൂക്കല വരിക. കുളമ്പ് മാങ്ങയ്ക്ക് ഇതുപോലെയാണ്, വലിയൊരു കൊല വന്ന് അതിൽ നിറച്ചിങ്ങനെ കായ്ക്കുന്നത്. ഇപ്പോൾ ഇത് കായ്കൾ വരുന്ന സമയത്ത് ഞാനത് കണ്ടിരുന്നു ആദ്യം. ഇതിൽ കാണാനുണ്ട്. ഈ പൂക്കൊലയൊക്കെ കുളമ്പ് മാങ്ങയോട് സാദൃശ്യമുള്ളതാണ്. കൊല കുത്തി കായ്ക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ്. പിന്നെ ഒരു ഓൾ സീസൺ പോലെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും പലയിടത്തും കായ്ക്കുന്നുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഈ മാങ്ങ മൂപ്പത്തിയിട്ടുള്ള കുഞ്ഞു മാങ്ങയാണ്. ഇതിൽ മൂത്തതും പഴുത്തതും ഇടത്തരം ഒക്കെ ഈ മാവിലുണ്ട്. നല്ലൊരു അടിപൊളി മാങ്ങയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ നല്ലൊരു കളറാണ്. നമ്മുടെ ചുവന്ന ചെമ്പകപ്പൂവിൻ്റെ കളറാണ് ഉള്ളിൽ. നല്ല രസമുള്ള കളറാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കുളമ്പ് മാങ്ങയുടെ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. എന്നാൽ കുളമ്പിൻ്റെക്കാളും 100 മാങ്ങയാണ്. ഒന്നുകൂടി അതിൻ്റെ ഉൾവശം കുറച്ചുകൂടി ഒരു ഹാർഡായിട്ടുള്ള മാംസള ഭാഗമാണ്. കുളമ്പ് കുറച്ചും കൂടി ജ്യൂസി ആയിട്ടുള്ളൊരു ടൈപ്പാണല്ലോ. കുളമ്പിനേക്കാൾ നമുക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ട്, മധുരം തോന്നുന്നുണ്ട്. എന്നാൽ കുളമ്പിനോട് സാദൃശ്യമുള്ളൊരു സ്വാദാണ്. കുറച്ചുകൂടി 100 ഒരു മാങ്ങയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മാങ്ങയാണ് കേട്ടോ. നല്ലൊരു വേരിയൻ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശ്രീകുട്ടി കഴിച്ചിട്ട് റിവ്യൂ പറയൂ കേട്ടോ. നമ്മുടെ അടുത്തോളൂ. അങ്ങോട്ട് ക്യാമറയോട് പറ, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ്? എന്താ തോന്നുന്നു? മധുരം ഉണ്ടോ? നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്പുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ കൊമ്പുകളൊക്കെ വളരെ കരുത്തായിട്ട്, പിന്നെ 3-ാം വർഷം മുളച്ചിട്ട് സീഡ് മുളച്ചുണ്ടായി 3-ാം വർഷം കായ്ച്ചു. അതുപോലെ നല്ല കരുത്തുള്ള കൊമ്പുകളാണ് ഇതിന്.
അങ്ങനെ ഒരു പ്രത്യേകത കാണുന്നത്. ഈ മാവ് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഇതിൻ്റെ കൊമ്പുകളൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതിൻ്റെ കുറച്ച് കൊമ്പുകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഈ ഒരു ഇനം നമുക്ക് സംരക്ഷിക്കണം. വളരെ സ്വാദിഷ്ടമായൊരു മാങ്ങയാണ്. വളരെ ഇപ്പോൾ ഈ നാടൻ മാങ്ങകളിൽ ഇങ്ങനെ വീണ് മുളച്ച് ഉണ്ടാകുന്നതിലൊക്കെ അടിപൊളിയൊരു ഇനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ സീഡ് മുളച്ചാൽ പോലും ഉണ്ടാകുന്ന പോളിയാണ് ഇതിൻ്റെ സീഡ്, അതായത് ബഹുബ്രൂണിയാണ്. അതായത് ഈ സീഡ് മുളച്ചുണ്ടായാലും മാതൃഗുണം കാണിക്കും, ഇതേ ഗുണം കാണിക്കും. എങ്കിലും നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ 100% മാതൃഗുണം കാണിക്കും. ഗ്രാഫ്റ്റ് ബഡ് തൈകൾക്കൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഗുണം. പിന്നെ വളരെ ഈ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന വളരെ കുള്ളം മാവുകളായിട്ടും ഇതിനെ വളർത്താം. പിന്നെ സീഡൊക്കെ കണ്ടമാനം സീഡ് ഇപ്പോൾ കിട്ടാൻ വിഷമല്ലേ. സീഡ് മുളച്ച് കൊമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാം. അതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കൊമ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ. ഇതിൻ്റെ ശിഖരങ്ങൾക്ക് വളരെ കരുത്തുള്ള ശിഖരങ്ങളാണ്. ഒരു ഇലയുടെ ഞരമ്പുകളൊക്കെ എടുത്ത് കാണുന്ന തരത്തിലുള്ളൊരു ഞരമ്പാണ്. കുളമ്പ് മാവിൻ്റെ ഇലയിനോട് ചെറിയൊരു സാദൃശ്യം പറയാം, എന്നാലും രൂപത്തിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. കുളമ്പിൻ്റെ ഇലയിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മാങ്ങകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. മാവിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു സാമ്യം, ഇതിൻ്റെ ഞരമ്പുകളിങ്ങനെ എടുത്ത് കാണുക, ഇങ്ങനെയൊക്കെയാണ്. ഈ മാവ് വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇനം കാണുന്നത്. ഇവിടെ സീഡ് മുളച്ചുണ്ടായതാണ്. പഴുത്ത മാങ്ങയ്ക്ക് 24 ബ്രിക്സാണ് കാണുന്നത്. മാങ്ങേനോട് ടേസ്റ്റിൽ ചെറിയൊരു സാമ്യത തോന്നുന്നു, പക്ഷേ നല്ല നൂറുള്ള മാങ്ങയാണ് ഉള്ളിൽ. നമ്മളിപ്പോൾ അത് കട്ട് ചെയ്ത് കണ്ടല്ലോ, നമുക്ക് കുളമ്പ് കുറച്ചിങ്ങനെ ചെളി പോലെ ആവും. പക്ഷേ ഇതങ്ങനെ ആവുന്നില്ല. നല്ല കുറച്ചും കൂടി അതിനേക്കാൾ നൂറുള്ള നല്ലൊരു മാങ്ങയായിട്ട് കാണുന്നത്. എന്തായാലും നല്ലൊരു ഇനമായിട്ട് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇതിൻ്റെ തൈകൾ ആവുന്നത്രയും, ചെറിയൊരു മാവാണ്, അതിൽ നിന്ന് കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ കുറച്ച് തൈ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. നമ്മൾ കണ്ടെത്തിയ പാലക്കാടിൻ്റെ സ്വന്തം ചെമ്പകം മാങ്ങ, അത് ജനങ്ങളിലേക്ക് എത്താനായിട്ട് മാക്സിമം തൈകൾ ഉണ്ടാക്കി നമ്മളിത് വിപുലീകരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കണ്ടൻറ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതുവരേക്ക് നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.